തൃശ്ശൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തത്സമയം ഇല്ല എന്ന താഴെത്തട്ടിൽ നിന്ന് അവർക്ക് കൃത്യമായ സൂചന കിട്ടിയതുകൊണ്ട് മാത്രമാണ് അവരത് പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് കിട്ടിക്കൊണ്ടിരുന്ന മതേതരവാദികളായിട്ടുള്ള കോൺഗ്രസിനെ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്ന എന്താണ്, ബി ജെ പിയും സ്വന്തം പാർട്ടിക്കകത്തുള്ള ഇവിടെ മത്സരിച്ച പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത മാന്യന്മാരാണ് ഇവിടെ വന്ന് CPM-ഉം BJP-യും തമ്മിൽ അലയൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ ഇലക്ഷൻ മുമ്പ് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഇലക്ഷൻ ശേഷം പറയുന്നത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്, അതായത് രാഷ്ട്രീയ മാന്യത കൊണ്ട് പറയാതിരുന്നതാണ്. നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതുവരെ. 6 മണിക്ക് ശേഷമാണ് ഞാൻ പറയുന്നത്. സ്വന്തം പാർട്ടിക്കകത്തുള്ള, ഞാൻ വ്യക്തിപരമായിട്ടുള്ള പറയും, സ്വന്തം പാർട്ടിക്കകത്തുള്ള ആളുകൾ BJP-യിലേക്ക് പോകുമ്പോൾ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയപ്പോൾ ആ AK ആന്റണിയുടെ മകനെ തിരിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? AK ആന്റണിയുടെ മകൻ ഇന്ന് വോട്ട് ചെയ്യാൻ പോയത് AK ആന്റണിയുടെയും ഭാര്യയുടെയും കാല് തൊട്ട് വന്നിച്ച ശേഷമാണ്. അനുഗ്രഹം കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ BJP-ക്കാർ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്തിന്? ഇടതുപക്ഷത്തിലെ പാർട്ടികൾ തമ്മിൽ BJP അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം എവിടെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി. തൃശ്ശൂരിൽ നിന്ന് വി സുനിൽകുമാറാണ് തത്സമയം സംസാരിച്ചത്.